പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ബുധനാഴ്ചയാണ്, നവംബർ മാസം 13-ാം തീയതി. ഇത് ഔഷപിതാവിൻ്റെ ദിവസമായതുകൊണ്ടാണ് ഇന്ന് ഔഷപിതാവിൻ്റെ സോളക്കിടിയാൻ നിൽക്കണേ. ഔഷപിതാവ് ഭയങ്കരമായ ആധ്യാത്മികതയുടെ ഒരു ആളാണ്. നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഔഷപിതാവിൻ്റെ ഒരു വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. ഭയങ്കരമായ 2.5 മാസം ആശുപത്രി കിടന്ന സമയത്ത് എൻ്റെ കുഞ്ഞുനാളിൽ ഔഷപിതാവിൻ്റെ മാലയിലുണ്ട ഒരു മുല്ലപ്പൂ എടുത്ത് അപ്പൻ എൻ്റെ വായി വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മുതലാണ് എൻ്റെ രോഗം ഇറങ്ങാൻ തുടങ്ങിയത്. 2.5 മാസം ആശുപത്രി കിടന്ന. അപ്പം അതൊക്കെ കണ്ടിട്ട് വളർന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓരോ സാധനമൊക്കെ വ്യഞ്ചരിച്ച് തരണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ തിരുവസ്തുക്കൾ എൻ്റെ അകത്ത് വിശ്വാസം പകർന്നു കഴിഞ്ഞാൽ അതൊരു തിരുവസ്തുക്കൾ വിശ്വാസത്തിൻ്റെ മീഡിയമായിട്ട് പ്രവർത്തിക്കും. ദശൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തിരുവസ്തുക്കളില്ലേ, നിറച്ച വസ്തുക്കളൊക്കെ കയ്യിലുള്ളത് സൂക്ഷിക്കണേ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാതൃതേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർക്കുക. ചിലപ്പോൾ ഇന്നലെ ഓർത്ത നിയോഗം തന്നെ ആയിരിക്കാം ഇന്ന് ഓർക്കണം. അത് കുഴപ്പമൊന്നുമില്ല. അത് ഇന്നത്തേതായിട്ട് ഓർക്കുക. കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർക്കുക. എഴുത്തുകുത്തുകൾ, ഫോൺ വിളികൾ. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നല്ല സെൽഫോണല്ലേ എൻ്റെ അകത്ത് മുഖ്യധാരമായിട്ട് വരണത്. പോകേണ്ട കാര്യമില്ല. എല്ലാം മെസ്സേജ് വരണ മെസ്സേജുകൾ. എല്ലാവരും മെസ്സേജ് നോക്കിയിരിക്കുകയല്ലേ. റിസൾട്ടൊക്കെ വന്ന മെസ്സേജിലൂടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ്, നമ്മുടെ ഫോൺ എപ്പോഴും നമ്മൾ രാവിലെ എടുക്കുമ്പോഴേ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി എടുക്കണം നല്ലതാണ് കേട്ടോ. കാര്യം നമ്മുടെ ജീവിതം ഇന്ന് ഫോണുമായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോണ ഫോൺ വഴിയാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് നരകത്തിൻ്റെ സുഖത്തിൻ്റെ വാതിൽ ഫോണാണ്. അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ പറയണം കേട്ടോ. ആമേൻ പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയിൽ ആശംസിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത്. കർത്താവെ, അങ്ങയുടെ മക്കൾ അവർക്കെല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന അന്ന് നിങ്ങൾക്ക് നൽകാൻ കാരണം. എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ കേട്ട് എഴുന്നേക്കണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശക്തി പ്രാപിച്ച് വേണ്ടി ജീവിതത്തിലേക്ക് പോകണം. അങ്ങനെ ഉള്ള യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ചെയ്യും. കർത്താവ് മക്കൾ സർട്ടിഫിക്കറ്റുമായി യാത്ര ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് അവരുടെ ഹോംവർക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അപേക്ഷകളുമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ആവശ്യത്തിന് വേണ്ടി പോകുന്നവർ നടക്കുമോ ഇല്ലയോ, ചിലർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് നടക്കുക. അതുകൊണ്ട് ദൈവത്തെ പോലും വിളിക്കാതെ അവരെടുത്ത് ചാടിപ്പോകും. പക്ഷെ അത് നടന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പ്രയോജനപ്പെടാതെ വരും. അതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ള മന്ദബുദ്ധികളും അങ്ങയുടെ ദിവസേന അവരെ തൊഴണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെയും വിവേകത്തോടെയും വിവേചനത്തോടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക വരപ്രസാദം അങ്ങനെ മക്കൾ നൽകേണ്ട കർത്താവ്. സർവോപരി വിശ്വാസം അവർക്ക് മക്കൾ നൽകേണ്ട കർത്താവ്. ഒത്തിരി നിരീശ്വരന്മാർ അവർ ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമുള്ള മക്കളെ അവരവരുടെ വഴികളിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ചൊരു പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെ ഈശോയെ അവരെ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവരുള്ള അപകടമായ വഴികൾ, ആധ്യാത്മികമായ അപകടം സംഭവിക്കുന്ന വഴികളിലൂടെ പോകുന്നവരുണ്ട് ഈശോയെ. ആധ്യാത്മിക അപകടം സംഭവിക്കുന്ന ബന്ധങ്ങൾ അറിയാതെ കർത്താവ് കിട്ടിയിരിക്കുന്ന തൽക്കാലം കിട്ടിയിരിക്കുന്ന സുഖവും സന്തോഷവും കാരണം കർത്താവ് പ്രാർത്ഥനാജീവിതം മുടക്കിയിട്ട് കർത്താവ് ആരാണ് നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കുന്നത് അവർ പറയണ മാത്രം കേട്ടിട്ട് അവരുടെ ഒരു കളിപ്പാവയോട് സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അകപ്പെട്ടു പോയവരുണ്ട് ഈശോയെ. പല ബന്ധങ്ങളിൽ ദൈവത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിലും ആധ്യാത്മികത തകർക്കപ്പെടുന്ന ബന്ധങ്ങളിലും അകപ്പെട്ടു പോരുണ്ട് ഈശോയെ. അപ്പം മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ മക്കൾ തന്നെ കർത്താവെ ചെയ്യുന്നത് ഇത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചിന്തിക്കുകയും അതേസമയം തന്നെ പിരിയാവുന്നൊക്കെ വിചാരിക്കുകയും പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഒരു ജഡികമായ ആസക്തിയാൽ പിന്നെ അവരെ വിളിക്കുകയും ചെയ്യുന്ന മൃഗതുല്യമായ ആസക്തിയോടെ സഞ്ചരിക്കുന്ന വിദ്യയുണ്ട് ഈശോയെ. ദൈവകൃപ വറ്റിപ്പോയവരുണ്ട് ഈശോയെ. അത് പ്രതിരോധം നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നൽകട്ടെ. പൈശാചിക പീഡകളും ഭയമുള്ളവരെ, വേദനയുള്ളവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. രോഗപീഡിതരും മാനസിക അസ്വസ്ഥങ്ങളുള്ളവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, ഒരേ രീതിയിൽ തന്നെ കൂടിയ പ്രഷർ നോർമലാകാതിരിക്കുന്നവർ, അവരുടെ എല്ലാ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ, സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഹാരം ആരെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ അടിമകളായി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥകൾ വരുന്ന രീതിയിൽ അതിൻ്റെ പേരിൽ മാനഹാനി നഷ്ടമാക്കാനും മാനസിക നഷ്ടം അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ ഈശോയെ. കുടുംബത്തിൽ തന്നെ വീട് വിൽക്കാതിരിക്കുന്നവർ, അതുപോലെ തന്നെ വിൽക്കാതെ നിവൃത്തിയില്ല പക്ഷേ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തകർച്ചയിലേക്ക് പോകുന്ന വിചാരിച്ചുകൊണ്ട് ആകപ്പാടെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ തീരുമാനമില്ലാതെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും വേണ്ടി തീരുമാനം ഉണ്ടാക്കാൻ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് വേദനിക്കുന്ന എല്ലാ വിഷയത്തിനും വേണ്ടി ദൈവികമായ അടയാളം എത്രയും വേഗം ഉണ്ടായി സാക്ഷ്യം പറയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാപുത്രൻ പരിശുദ്ധായ സർവ്വശക്തൻ നയിക്കുവാണ്. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് 9-ാം അധ്യായം 37-ാമത്തെ വചനം. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, ബലഹീനമായ കാര്യം. ശിശുവിന് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. ഏറ്റവും ഇഷ്ട കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണല്ലോ ശിശുവിൻ്റെ ഒരു നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ മനസ്സിലാകണത്. എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ചില കുടുംബങ്ങളിൽ
അപ്പൻ മരിച്ച് പെങ്ങളെയും മക്കളെയും കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. പെങ്ങൾക്കാണെങ്കിൽ അസുഖമാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ. അപ്പം നമുക്കൊരു ഭാരമായിട്ട് തോന്നും കഴിയും. അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയും മക്കളും ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരും. അത് അപ്പോൾ നമ്മൾ അവരുടെ മാറ്റി താമസിപ്പിക്കും. എന്തായാലും നമ്മുടെ വരുമാനത്തിന് ഒരു ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ബലഹീനമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ എന്താ അവരെ അവരെ സന്ധിക്കുന്ന ഒത്തിരി ആങ്ങളമാരൊക്കെ ഉണ്ട്, എനിക്കറിയാം. ഇതുപോലെ ആങ്ങളമാരുടെ തന്നെ ബന്ധുക്കൾ, ഇതുപോലെ ആയിപ്പോയ ബന്ധുക്കളെ രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഹായിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ സഹായിക്കുമ്പോൾ എന്നിട്ട് പിന്നെ പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നിങ്ങൾ പറയണവർ കേൾക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ അവർ പോകേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പോവുകയോ, സംസാരിക്കേണ്ടത് പറഞ്ഞ സ്ഥലത്ത് അവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടനെ പോലീസാകും. എന്നാൽ പിന്നെ നിങ്ങൾ ജീവിക്കാൻ കാണട്ടെ, എൻ്റെ കാശ് കൊണ്ട് നിങ്ങൾ ജീവിച്ചത്. നിങ്ങൾ പറയണ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ അത് കുത്തിത്തിരിക്കാനും അതിൻ്റെ അകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാനും ജീവിത പങ്കാളി വരും. അപ്പോൾ എങ്ങനെ ഇരിക്കണം കണ്ടില്ല, അവരവരുടെ രീതിയിൽ പോകും. നിങ്ങൾ പറഞ്ഞതും കേൾക്കാതെ നിങ്ങളുടെ കാശ് മാത്രം മതി, അപ്പോൾ അവർ കുത്തിത്തിരിക്കും. എൻ്റെ മക്കൾ, ഇതെല്ലാം ശൈശവ സമയമാണ്. മനുഷ്യന്മാരുടെ നിവർത്തികേടുകൾ. ശിശു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിവർത്തികേടിനും കൈയും കാലും വെച്ചേക്കുന്ന സംഭവമാണ് ശിശു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തെയും വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്കൊരു റിട്ടേൺസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കണം. അപ്പം എന്തെങ്കിലും ഭാരങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത, നമുക്ക് തൽക്കാലം നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലും ഭാരങ്ങൾ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ, വ്യക്തികളുടെ ഉത്തരവാദിത്തം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഈശോ പറയണത് എൻ്റെ നാമത്തെ എടുത്തോളാം, എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനാണ്. എനിക്കിതൊക്കെ ഇതിൻ്റെ ഗുട്ടൻസൊക്കെ പണ്ട് വരെ അറിയാവുന്നതാണ് ഈ വചനം. അപ്പം എന്നോട് ഈശോ പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട്. ഞാനതുകൊണ്ട് ഇന്ന് എങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കത്തുള്ളൂ. എന്താണ്? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് നികുതിയായി വരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വരുമാനമോ പ്രത്യേക ഗുണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന വിഷയങ്ങൾ, റിട്ടേൺസ് ഇല്ലാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എന്നിട്ട് നിങ്ങൾ അവരോട് ചിലപ്പോൾ നിങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് അവർ ജീവിക്കണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞവർ കേൾക്കത്തില്ല. അവർ മനഃപൂർവ്വമല്ല, അവർ മനുഷ്യരല്ലേ. അപ്പം അത് മനസ്സിലാക്കി ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പത്രോസ് സാബത്ത് ദിവസം അവിടുന്ന് കണ്ടവൻ്റെ പറമ്പിൽ നിന്ന് ഗോതമ്പ് മണി എടുത്ത് കഴിച്ചു. പശുവിനെ അവരെ തൊണ്ടക്ക് പിടിച്ചു. ഈശോനെ അവരെ വെച്ച് അപമാനിച്ചു. അപ്പോൾ ഈശോ പത്രോസ് വിചാരിച്ചു ഈശോ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുമെന്ന്, പറഞ്ഞു വിടുമെന്ന്, ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ഞാൻ കാര്യമില്ല, ഈശോ മൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് പറയും ആ സാരം ദാവീദൊക്കെ എന്താ ചെയ്തത്? വിശന്നപ്പോൾ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈശോ വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുത്തത് അവിടെ, അല്ലാതെ നിയമത്തിനല്ല. എന്ന് വെച്ചാൽ സാബത്ത്. അപ്പോൾ വിശപ്പ് സാപത്തിനേക്കാളും നിയമ സംവിധാനത്തെക്കാളും അപ്പുറത്താണെന്ന് എൻ്റെ അർത്ഥം. അത് അഡ്രസ്സ് ചെയ്യേണ്ടി വരും, സഭയായാലും ആരായാലും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമുക്ക് റിട്ടേൺസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കുത്തിത്തിരിക്കും. വല്ല പ്രയോജനമുണ്ടോ? എന്ത് കാര്യമുണ്ട്? അങ്ങനെ ചെയ്തുകൊണ്ടേക്ക് വിട്ടിട്ട് നിങ്ങളവിടുന്ന് മാറി വയ്ക്കണം. അത് കേൾക്കേണ്ടതെന്ന് ചെയ്യണം. നിങ്ങൾ കേൾക്കണ്ടില്ലെങ്കിലും പറയാവുന്നവർ പറയും. പക്ഷെ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി എടുത്തിട്ട് കുരിശ് കൃപയാക്കണം. ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി കഴിഞ്ഞാൽ ഉടനെ കുരിശ് കൃപയായി വരും. എത്ര കള്ളന്മാർ കുരിശ തൂങ്ങി, എന്നിട്ട് അതൊന്നും കൃപയായില്ലല്ലേ? ക്രിസ്തു തൂങ്ങിയോണ്ടല്ലേ കുരിശ് കൃപയായത്. അപ്പം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു കുരിശെടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപയായിട്ട് മാറും. അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത, നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലാത്ത, നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത എല്ലാ വിഷയങ്ങളും, വ്യക്തികളും, സംഭവങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് കൃപ നിറയാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.